കലയെ ഏറെ സ്നേഹിക്കുന്ന ചിറ്റിലഞ്ചേരി സ്വദേശി സ്വാമിനാഥനെക്കുറിച്ചുള്ള റിപ്പോർട്ടാണിനി. ആതുര സേവന രംഗത്തെ ജോലിയിൽ നിന്നും വിരമിച്ചെങ്കിലും തന്നിലെ കലാകാരന് ഇന്നും ചെറുപ്പമാണെന്നാണ് സ്വാമിനാഥൻ പറയുന്നത്. നാലാം വയസ്സിൽ ദാസിയായി വേഷമിട്ട് പൊറാട്ട് നാടകത്തിൽ അരങ്ങേറ്റം. പിന്നീട് മണ്ണാത്തി, ചെറുമി, കുറത്തി, ചക്കിരിച്ചി തുടങ്ങിയ പെൺവേഷങ്ങളും മണ്ണാൻ, കുറവൻ എന്നീ വേഷങ്ങളും പകർന്നാടി. 16-ാം വയസ്സിൽ അമ്മയുടെ മരണശേഷം കവിത എഴുത്തിൽ ആകൃഷ്ടനായ സ്വാമിനാഥൻ തന്റെ മികവിന്റെ അടയാളമായി പുറത്തിറക്കിയത് 100ഓളം ആൽബങ്ങളാണ്. ഹൃദയബന്ധങ്ങൾ എന്ന നാടകവും രചിച്ചു. 17-ാം വയസ്സ് മുതൽ ഭജനയ്ക്ക് പാട്ടെഴുതാൻ തുടങ്ങി. വള്ളിയെറുക്കൽ അഥവാ ഏഴുവട്ടം കളി, തുയിലുണർത്തുപാട്ട്, നാടൻ പാട്ട് എന്നിവ എഴുതുന്നതിനൊപ്പം ആലാപനത്തിലും വിവിധ വാദ്യോപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതിലും വൈഭവം. തൃശൂർ ആകാശവാണി നിലയത്തിൽ ലളിതഗാന പരിപാടികൾ അവതരിപ്പിക്കാൻ അവസരം ലഭിച്ചത് കലാരംഗത്ത് സ്വാമിനാഥന് ഊർജം പകർന്നു. ഗാനഗന്ധർവൻ യേശുദാസിനോടുള്ള ആരാധന കൊണ്ട് മാത്രം ചെമ്പൈ വിദ്യാപീഠത്തിൽ സംഗീതം പഠിച്ചു. അത് മറ്റൊരു മുതൽക്കൂട്ടായി. ഇതിനിടെ ഉപജീവനത്തിനായി ബാർബർ തൊഴിലും വയറ്റി. 2009-ൽ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ ഗ്രേഡ് 2 ആയി നിയമനം ലഭിച്ചതോടെ ഔദ്യോഗിക ജീവിതം തുടങ്ങി. നെമ്മാറ CHCയിൽ ഗ്രേഡ് 1 നഴ്സിംഗ് അസിസ്റ്റന്റായി സേവനം അനുഷ്ഠിക്കുമ്പോഴാണ് വിരമിച്ചത്. 2025 ജനുവരി 31 വരെ നീണ്ടുനിന്നു സ്വാമിനാഥന്റെ ഔദ്യോഗിക ജീവിതം. ആതുര സേവന രംഗത്തെ ജോലിയിൽ നിന്നും വിരമിച്ചെങ്കിലും തന്നിലെ കലാകാരന് ഇന്നും ചെറുപ്പമാണെന്നാണ് സ്വാമിനാഥൻ പറയുന്നത്. 4 വയസ്സിൽ ഞാൻ പൊറാട്ട് നാടകത്തിൻ്റെ ദാസി പൊറാട്ടിലൂടെയാണ് ഞാൻ കലാരംഗത്തേക്ക് വന്നിരിക്കുന്നത്. പൊറാട്ട് നാടകത്തിലെ എല്ലാ വേഷങ്ങളും അഭ്യസിക്കുകയും എൻ്റെ അമ്മാവൻ ആൻറ്റി പറഞ്ഞ അദ്ദേഹവും ആണ് എൻ്റെ ആശാൻ. പിന്നെ നെമ്മേനി കുഞ്ചങ്ങൾ കളിച്ചെന്ന് പറഞ്ഞ പേര് കേട്ട ഒരു പൊറാട്ട് നാടകത്തിൻ്റെ ആശാനാണ്. അദ്ദേഹമാണ് എൻ്റെ ആശാന്മാർ. ചിറ്റിലഞ്ചേരി ശ്രീ ചെറുനട്ടൂരി ദേവിയുടെ തിരുമുറ്റത്താണ് ഞാൻ ആദ്യമായിട്ട് പൊറാട്ട് നാടകം അവതരിപ്പിച്ചത്. ഞാൻ 1000ഓളം കവിതകൾ എഴുതിയിട്ടുണ്ട്. അതിലൊരു 100ഓളം പാട്ടുകൾ ആൽബങ്ങളായിട്ട് പലരും പാടിയ ആൽബങ്ങളാക്കി ഇറക്കിയിട്ടുണ്ട്. പച്ചക്കറി എൻ്റെ വീട്ടിൽ ഞാൻ നമ്മുടെ ആവശ്യത്തിന് ഉണ്ടാക്കാറുണ്ട്. ഭൂമി കനിഞ്ഞു തരുന്ന ഓരോ കനികളും നമ്മൾ പങ്കുവയ്ക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം വല്ലാത്തൊരു സുഖം തന്നെയാണ്. എൻ്റെ ഒരു കവിതാ സമാഹാരം ഇറക്കണമെന്ന് ഇപ്പോൾ ഈ മാസം അവസാനത്തോടെ ഇറക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് കഴിഞ്ഞാൽ ഒരു ആൽബം ചെയ്യണം, ഒരു നാടൻ പാട്ടിൻ്റെ. കാലം കനിഞ്ഞു തന്നാൽ മാത്രമേ ഓരോ നിമിഷവും നമ്മുടെ കയ്യിലുള്ളൂ. ഞാൻ എഴുതിയ വരികളിലുണ്ട്: കലഹിച്ചു നിൽക്കുവാൻ നേരമില്ല, ആയുസ്സിന് അനുനിമിഷവും കവർന്ന് കടന്നുപോയിടവേ, ഇഹത്തിൽ ഇതളിടാം സ്നേഹമൊന്നില്ലെങ്കിൽ പരത്തിൽ പുണർന്നിറങ്ങുന്നതെങ്ങനെ, പൊൻകതിർ തലകുനിക്കയായി നമുക്കായി പൊതിച്ചോറായി വരും കാലം വരെ. അത്രയും എളിമയോടുകൂടിയാണ് ഓരോ നെൽമണിയും നെൽക്കതിരും അല്ലെങ്കിൽ അരിമണിയും നമ്മുടെ മുമ്പിലേക്ക് ചോറായിട്ട് വരുന്നത്. കാലം ഒരുപാട് കടന്നുപോയെങ്കിലും സ്വാമിനാഥന് കലയോടുള്ള ആ സ്നേഹം ഒരിക്കലും മങ്ങിയിട്ടില്ല. ഒഴിവു സമയങ്ങളിലെല്ലാം വിഷരഹിത ജൈവ പച്ചക്കറികൾ നട്ടുപരിപാലിക്കുന്ന ശീലവും ഇന്നും തുടരുന്നുണ്ട് സ്വാമി എന്ന സ്വാമിനാഥൻ. എല്ലാത്തിനും പിന്തുണയുമായി ഭാര്യ ഓമനയും 3 മക്കളും മറ്റു കുടുംബാംഗങ്ങളും ഒപ്പമുണ്ട്. ചിറ്റിലഞ്ചേരിയിൽ അപ്പുവിൻ്റെയും മണിയുടെയും മകനാണ് സ്വാമിനാഥൻ.